ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ പുറത്ത് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ഇന്ന് ജസ്റ്റ് ഒരു ഫ്രൈഡേ വ്ളോഗായി ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് എന്തായാലും സെമിക്ക് ഓഫുള്ള ദിവസമാണ്. ഇന്ന് നമുക്ക് ജുമ ഉണ്ട്, അപ്പോൾ പള്ളിയിൽ പോകണം. അത് കഴിഞ്ഞിട്ട് ഷോപ്പിങ്ങിനൊന്ന് പോകണം. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഒരു നോമ്പിൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്ന് കാണിക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പോവാം. അപ്പോൾ നമുക്ക് ജുമക്ക് പോവാം, പള്ളി പോവാം, പോവാം. Let's go. നല്ല ഇഷ്ടാ? ഓക്കെ, എന്നാ പോയാലോ. ടാനി നമ്മളെങ്ങോട്ടാ പോണേ? നമ്മളെടുക്കാൻ പോണേ? നമ്മളെങ്ങോട്ടാ പോണേ ടാനി? നമ്മളെങ്ങോട്ടാ പോണേ? ജുമ? ജമ്പൽ? മെല്ലെ മെല്ലെ ഇറങ്ങിയാൽ മതി, മെല്ലെ മെല്ലെ ഇറങ്ങിയാൽ മതിയാ. ആണോ? ശൂരണേ, ശൂരിക്കോട്ടാനി ഒറ്റക്ക് ശൂരണോ? വാ ടാനൊരു ശൂര്യ ഇതാ. They thought they were marching to their death when their story was ended. فإنما ترزقون وتنصرون. Please give that as soon as possible. It should be done before Salat al-Eid, inshallah. For our community. പ്രയറൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും കുറച്ച് ഗ്രോസറി വാങ്ങിക്കാനുണ്ട്. കാര്യമായിട്ടൊന്നും വാങ്ങിക്കാനില്ല, പക്ഷേ കോസ്കോയിലൊന്ന് കയറിയിട്ട് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ നേരെ അങ്ങോട്ട് പോവാം. ഞങ്ങളെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരേ ഒരു ഐറ്റമാണ് ഈ ക്രോസോൺ. ടാനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഈ ക്രോസോൺ എടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ നോമ്പല്ല, നമ്മളെപ്പോഴും സാധനം വാങ്ങിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഐറ്റംസ് ഒന്നും വാങ്ങിക്കാനില്ല. ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ കാണാത്ത പല ഐറ്റംസ് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ കണ്ടതാണ് ഈ ബോയിൽഡ് എഗ്ഗ്. ഞാൻ ആദ്യമായിട്ടാണ് ഹാർഡ് ബോയിൽഡ് എഗ്ഗ് ഇങ്ങനെ പാക്കറ്റിൽ കിട്ടുമെന്ന് കാണുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് എടുത്തായിരുന്നു. പക്ഷെ ഇത് ഒന്ന് ട്രൈ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടൊരു ബോക്സ് എടുത്തു. പക്ഷേ ഇത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ബോയിൽഡ് എഗ്ഗ് ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം പെട്ടെന്ന് പഫ്സ് ആണെങ്കിൽ എല്ലാം ഉണ്ടാക്കാൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ ഒന്ന് എടുത്താണ്. പിന്നെ യോഗട്ട് ഞാനിവിടെ കോസ്കോന്ന് വാങ്ങിക്കാറുണ്ട്. നമ്മളെ പ്ലെയിൻ യോഗട്ടില്ലേ, അതാണ്. നമ്മളെ നാട്ടിൽ ഷവായ നിന്ന് തിരിയുന്ന പോലെ ഇവിടെ കോസ്കോയിൽ ഒരു ഹോൾ ചിക്കൻ ഇവരിങ്ങനെ ഗ്രില്ല് ചെയ്ത് തരുന്നതാണ് കേട്ടോ. ഇവിടെ തന്നെ ഇവർ കുക്ക് ചെയ്യുന്ന ഇവരൊരു കിച്ചണൊക്കെ കാണാം നമുക്ക് ഇവിടുന്ന്. ഒരുപാട് കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്നൊന്നും ഫുഡ് ഐറ്റംസ് അങ്ങനെ വാങ്ങിക്കാറില്ല ഞങ്ങൾ. ഇവിടെ കുറേ സാലഡ്സും അങ്ങനെ കുറേ ഐറ്റംസാണ് ഇവർ വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടാണ്, ഇവിടെ നമുക്ക് സാമ്പിൾ കിട്ടും. ഓരോ സൈഡിലും ഓരോ പ്രൊഡക്റ്റിൻ്റെ സാമ്പിൾ അവർ വെച്ചിട്ടുണ്ടാവും. അപ്പം കുറേ ഐറ്റംസ് അവിടെ കണ്ടേ. പക്ഷെ നമുക്ക് നോമ്പായതുകൊണ്ട് വാങ്ങിച്ചില്ല. ടാനിക്ക് മിഠായി ഉണ്ടപ്പോൾ വാങ്ങിച്ചു കൊടുത്താണ് കേട്ടോ. പിന്നെ ഫ്രൂട്ട്സും അങ്ങനെ അവർ പുതിയ ഐറ്റംസൊക്കെ ഇറക്കുമ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ സാമ്പിൾ ചിരിക്കും. ടേക്ക് കെയർ കാ പോണേ? അതാ പൊക്കോ, ബായ്. പോയി ഡോർ ഓപ്പൺ ആക്കി ടാനി. ടാനിനോ വാ, കാർ എടുക്കുമ്പോൾ ബാക്കിലോട്ട് വീഴും. വാ, ഡോർ ഓപ്പൺ ആക്ക. വാ, ലെറ്റ്സ് ഗോ ഇൻസൈഡ്. കം ഓൺ.
ബാക്കിൽ എന്തിനാണ്? ആ അത് ഗരാജൊക്കെ വെക്കാറ്. ഡോറൊന്ന് ഓപ്പൺ ആക്കുമോ? ഓപ്പൺ ആക്കിക്കോ. യെസ്. സമയം 4:30. ഇനി നമുക്ക് എന്തൊക്കെയോ പണിയുണ്ട്. ഇവിടെ കലമ്പാക്കിക്കണല്ലോ ടാനി. ഓക്കെ, നമ്മളിന്ന് ജുമ പോയില്ലേ? ജുമ ഇഷ്ടായ? എന്താ ഇഷ്ടപ്പെട്ടെ? അവിടെ എന്താ ഇഷ്ടമാണ്? അവിടെ ബേബിനെ കണ്ടോ? ഇന്ന് നല്ല വെതറാണ് കേട്ടോ. ഇന്ന് തണുപ്പില്ല, ഇന്ന് നല്ല അടിപൊളി വെതറായിരുന്നു. ഇപ്പോൾ സമയം 4:30. നമുക്കിവിടെ 6:15 ബാങ്ക് കൊടുക്കും. അപ്പോൾ ഓൾറെഡി ഞാൻ ഇന്നലെ സെമി ബിരിയാണി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടി ബിരിയാണി ഉണ്ടാക്കിയിരുന്നു. ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ എന്തായാലും ബിരിയാണി ഉണ്ട്. പിന്നെ സ്നാക്ക് എന്തെങ്കിലും ഒരു ഐറ്റം ഞാൻ ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട്. വേറെ ഒന്നും ഇന്നുണ്ടാക്കുന്നില്ല. ടാനി കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. ഇന്ന് നേരെ ഞാൻ അവന് ഫുഡ് കൊടുക്കട്ടെ. വീട്ടിൽ വന്ന പിന്നെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം. അതെനിക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഉടനെ എല്ലാം അപ്പം തന്നെ റെഡിയാക്കി വെക്കുന്നതാണ് എനിക്കൊന്നുകൂടി ഇഷ്ടം. എനിക്ക് കോസ്കോന്ന് നല്ലൊരു സാധനം കിട്ടി കേട്ടോ. ഈ സ്റ്റോറേജ് കണ്ടെയ്നറാണ്, ഗ്ലാസിൻ്റെയാണ് കിട്ടിയത്. അപ്പം ഞാൻ കുറേ ആയിട്ട് തപ്പെടുക്കുന്ന ഒരു സാധനം കൂടിയായിരുന്നു. അപ്പോൾ അത് കിട്ടിയിട്ട് ഞാൻ ഹാപ്പിയാണ്. 10 പീസ് എങ്ങാനോട് അതിൽ വരുന്നത്, പല സൈസിൽ വരുന്നതാണ്. പക്ഷെ നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. പിന്നെ ഈ ഹാർഡ് ബോയിൽഡ് എഗ്ഗ് ഞാൻ കണ്ടിപ്പോൾ വാങ്ങിച്ചാണല്ലോ. പക്ഷെ ഇത് നോക്കിയപ്പോൾ ശരിക്കും എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് ഇതുപോലെ ഒരു കവറിൽ വെച്ചിട്ടുണ്ട്. അവർ 2 എണ്ണം ഒരു കവറിൽ വെച്ചിട്ടാണ് ഉള്ളത്. ഇനി നോമ്പ് തുറന്നിട്ട് കഴിച്ചു നോക്കണം എങ്ങനെയുണ്ടെന്ന് അറിയാൻ. ഞാനിവിടെ ഇന്നലെ അൽഫാമിന് മസാല ഉണ്ടാക്കി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും അൽഫാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി ഞാൻ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒലിവ് ഓയിൽ ചേർത്തിട്ടാണ് ഞാൻ മാരിനേഷൻ ചെയ്തത്. ഞാൻ ഒലിവ് ഓയിലാണ് ഇത് ഫ്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ മാരിനേഷൻ ഞാൻ ഇന്നലെ ചെയ്ത് വെച്ചാണ് കേട്ടോ അൽഫാമിനുള്ളത്. അപ്പോൾ ഞാനിവിടെ പാനിൽ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് മൂടിയാണ്ട് കേട്ടോ വേവിച്ചെടുക്കുന്നത്. ഈ മസാല നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് കുറേ നാൾ മുന്നേ ഞാൻ നാട്ടിലുള്ള സമയത്ത് ഉണ്ടാക്കിയതായിരുന്നു. എനിക്കിത് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇതിന് ഞാൻ ഇന്നലെ തന്നെ മാരിനേഷൻ ചെയ്യാൻ കാരണം ഞാൻ കുറച്ച് ചിക്കനെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേടായി പോകണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്കിത് അൽഫാം പോലെ ആക്കാണ്. കുറേ ആയി ഞാൻ ഇങ്ങനെ ഉണ്ടാക്കണം വിചാരിക്കുന്നു കേട്ടോ. അൽഫാമിലോട്ട് ഇതുവരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തോ ഒരു കൊതി, നോമ്പൊക്കെയല്ലേ, അപ്പോഴാണല്ലോ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു ആഗ്രഹങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത് സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ നോർമലി ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിനും കുറച്ച് ഹെൽത്തി ആയിട്ടും കൂടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം. ചിക്കന് നമ്മൾ മാരിനേഷൻ ചെയ്യുന്നത് എങ്ങനെയെന്നറിയോ? ഞാൻ ആദ്യം ഈ ചിക്കൻ എടുത്തിട്ട് കുറച്ച് യോഗട്ടും പിന്നെ കുറച്ച് ഒലിവ് ഓയിലും നാരങ്ങ നീരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും കുരുമുളക് ഇട്ട് ജസ്റ്റ് ഒന്ന് മാരിനേഷൻ ചെയ്യാം. അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം, വെക്കാം. പിന്നെ നമ്മൾ ആ ടൈമിലുകൊണ്ട് നമുക്ക് പച്ചമല്ലി, പിന്നെ ചുവന്ന മുളക്, ചെറിയ ജീരകം, വലിയ ജീരകം, ഇത് നന്നായി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തൊന്ന് പൊടിച്ചെടുത്തിട്ട് അതും നമുക്കതിൻ്റെ മുകളിലിടാം. സെയിം ടൈം നമുക്ക് ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ മല്ലിച്ചപ്പ് ഇട്ട് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലോട്ട് ഇട്ടിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ട് റെഫ്രിജറേറ്റ് ചെയ്യാം. ഓവർനൈറ്റ് ചെയ്യുന്നതാണ് ഒന്നുകൂടി നല്ലത്. എനിക്ക് ടൈമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 4-5 മണിക്കൂർ ചെയ്താലും മതി. പിന്നെ ചിക്കന് ഞാൻ നന്നായി അടിച്ച് പരത്തി ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്ലാറ്റ് ആക്കുമ്പോൾ പാനിലോട്ട് എല്ലായിടത്തേക്കും ഒരേപോലെ കുക്കാവുമല്ലോ, അതുകൊണ്ട്
എന്തേ ഓർമ്മണ്ടേ? ടാനി ഇന്ന് ഞങ്ങൾ ജുമ ആയിരുന്നല്ലോ. അപ്പോൾ ജുമ പോയിട്ട് നമ്മളെവിടെ പോയത്? പിന്നെ കോസ്കോ പോയില്ലേ? യെസ്, കോസ്കോ പോയിട്ട് നമ്മൾ എവിടെ പോയി? യെസ്, നമ്മൾ ടാനി ഹൗസിലെത്തിയിട്ടുണ്ട്. ഇനി ഉറങ്ങാൻ പോയല്ലോ. ടാനി ഇന്ന് ഉറങ്ങിയിട്ടില്ല. ഇന്ന് ഫുഡ് കഴിച്ചോ? ഞാൻ അവന് ബിരിയാണി ചൂടായി കൊടുത്ത് അവൻ കഴിച്ചില്ല. അപ്പോൾ ബ്രെഡും പീനട്ട് ബട്ടറും ആണ് കഴിച്ചത് അല്ലേ? പിന്നെ ഓക്കെ, പിന്നെ എന്താ കഴിച്ചത്? വാട്ടർ വേണോ? പിന്നെ ചിക്കൻ കഴിച്ചില്ലേ? ചിക്കൻ കഴിച്ചു അല്ലേ? ഇനി നമ്മൾ സ്ലീപ്പി ടൈമിന് പോയല്ലോ. നോ, അതെന്തേ? രസില്ലേ? അതോ, ഇത് വെറുതെ. ശരി, ബായ് പറഞ്ഞേ. ബായ് പറ. പോവാ. വേറൊരു കാര്യം കൂടി ഉണ്ട്. ഒരു മിനിറ്റ്, ഇത് കാണിച്ചു കൊടുക്കട്ടെ. ഞാൻ ഇതിന് കൂടെ സ്നാക്കായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമായിരിക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് കുക്ക്ഡ് ചിക്കനും ക്യാബേജും ക്യാരറ്റും എടുത്തോളൂ കേട്ടോ. ഇനി ഇതിൽ ഞാൻ കുറച്ച് മയണൈസോ ഗാർലിക് സോസോ എന്തെങ്കിലും ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ബ്രെഡിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒരു സാൻഡ്വിച്ച് ആക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള സ്നാക്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇനിയിപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞു. ബിരിയാണി ഓൾറെഡി ഉണ്ട്, അൽഫാമും ഉണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള ഒരു നോമ്പ് തുറയാണ്. നിങ്ങളുടെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? നിങ്ങൾ പുതിയ സ്നാക്സും റെസിപ്പീസൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യണം കേട്ടോ. നോമ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് നാട്ടിലെ നോമ്പ് അതിൻ്റെ രസം നമുക്ക് എന്തായാലും ഇവിടെ കിട്ടൂല കേട്ടോ. നമ്മളെ ഫാമിലിയും കൂടെ ഒക്കെ ഉള്ള ഒരു നോമ്പുണ്ടല്ലോ, അത് ഭയങ്കര. അത് പോയിടുത്തേ. അയ്യോടാ, അവിടെ വെള്ളം കളഞ്ഞാ? അടിപൊളി. അങ്ങോട്ട് പോയല്ലേ? വീട്ടിലുള്ള സമയത്ത് അത്താഴത്തിന് എണീക്കലും നോമ്പ് തുറക്കലും കസിൻസ് എല്ലാവരും കൂടി കൂടണതും ഒക്കെ അത് നല്ല രസമായിരുന്നു കേട്ടോ. അതൊക്കെ ശരിക്കും മിസ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും നമുക്കിനി തിരിച്ചു കിട്ടാത്ത ഒരു ഇതായിരിക്കും. കാരണം എല്ലാവരും പല പല നാട്ടിലും പല പല സ്ഥലത്തുമായി. ഞാൻ നാട്ടിൽ പോണ സമയത്ത് അവരുണ്ടാവില്ല, അവർ നാട്ടിൽ വരുന്ന സമയത്ത് ഞാനുണ്ടാവില്ല. ശരിക്കും മിസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ബ്രദർ, എൻ്റെ ഇക്കാക്കി ഞാനും കൂടി ഒരുപാട് സ്നാക്സ് ഉണ്ടാക്കും കേട്ടോ. അതൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഉമ്മ എന്നും പത്തിരി ഉണ്ടാക്കുക. ഇപ്പോൾ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഡെയിലി നമ്മൾ ഡെയിലി പത്തിരി കഴിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അപ്പോൾ ഉമ്മ അത് മാത്രമേ ഉണ്ടാക്കലുള്ളൂ, വേറൊരു ഫുഡും ഉണ്ടാക്കാറില്ല. പക്ഷെ ഇപ്പോൾ ഒരു ദിവസം പോലും എനിക്ക് പത്തിരി ഉണ്ടാക്കാൻ പറ്റുന്നില്ല, നമുക്ക് ടൈം കിട്ടുന്നില്ല, അതൊക്കെ പരാതികൾ. പക്ഷെ അന്ന് ഞാൻ ആലോചിക്കും, നമ്മളെ ഉമ്മമാരൊക്കെ നമുക്ക് വേണ്ടി എത്ര സാക്രിഫൈസ് ചെയ്ത്, അവർക്ക് ടൈം ഉണ്ടായിട്ടല്ലല്ലോ അവരിതൊക്കെ ചെയ്തു തരുന്നത്. ഞാനിപ്പോൾ ഇന്നലെയും കൂടി സെമിനോട് അത് പറഞ്ഞോളൂ കേട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് കുക്ക് ചെയ്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു വിഷമം മനസ്സിലാവുന്നത്. ബട്ട് എനിക്കിഷ്ടമാണ് കേട്ടോ കുക്ക് ചെയ്യാൻ. എനിക്ക് പല റെസിപ്പികൾ ട്രൈ ചെയ്യാനും എല്ലാവർക്കും ഫുഡ് കൊടുക്കാനും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ ഓരോരോ പുതിയ സംഭവങ്ങൾ ഉണ്ടാക്കുന്നതിലാണ് എനിക്ക് ഇഷ്ടം. അത് അടിപൊളിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ, നന്നായിട്ടില്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം പോയി. പിന്നെ അത് ആലോചിച്ച് അതെങ്ങനെ ബെറ്റർ ആക്കാമെന്ന് ആലോചിച്ച് ഞാൻ പിന്നെ എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പണ്ട് നാട്ടിലുള്ള സമയത്ത് ഞാൻ +2 പഠിക്കുമ്പോഴെങ്ങാനാണ് ഫസ്റ്റായിട്ട് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ടൈമിൽ എനിക്കറിയില്ല, ഞാൻ കുക്കറിലാണ് അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ വിസിൽ ഊരണം. അപ്പോൾ ഞാൻ വിസിൽ ഊരാതെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 2-3 തവണ ബാറ്റർ ഉണ്ടാക്കി കേക്ക് ഉണ്ടാക്കും, കൊണ്ടുപോയി ഗാർബേജ് ഇടും, ഉണ്ടാക്കും, കളയും, ഉണ്ടാകും. അങ്ങനെ ഉമ്മ ഒന്നും പറഞ്ഞില്ല, എന്തോ അല്ലെങ്കിൽ ഉമ്മ എല്ലാം വഴക്കറണം, അന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. പിന്നെ എനിക്ക് ലാസ്റ്റ് കേക്ക് ഉണ്ടാക്കുമ്പോഴാണ് മനസ്സിലായത് ഞാൻ ഇതിൻ്റെ വിസിൽ വെക്കാൻ മറന്നിരുന്നു എന്നുള്ളത്. അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര കോമഡിയാണ്. അങ്ങനെ പഠിച്ചെടുത്തതാണ് കേക്ക് ഉണ്ടാക്കലൊക്കെ കേട്ടോ. ഉമ്മാടതൊക്കെ കണ്ടിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി നോക്കുമായിരുന്നു. പിന്നെ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ ഭയങ്കര സുഖമാണല്ലോ. എന്തെങ്കിലും ChatGPT യൂട്യൂബോ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ അൽഫാം ഇവിടെ റെഡി ആവുന്നുണ്ട്. സാൻഡ്വിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യട്ടെ. ഇവനെ ഞാൻ കൊണ്ടുപോയി ഉറക്കട്ടെ. ഇനി നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കാണാം. അപ്പോൾ ശരി, ബൈ. മമ്മ എന്താ കുക്ക് ചെയ്യുന്നത് അറിയോ?
ഒക്കെ ഉണ്ട്. സാൻഡ്വിച്ചാ ഡാനിക്കും മമ്മക്കും ഡാഡക്കും. യോ വെൽക്കം. ഗുഡല്ല, നമ്മൾ വാങ്ങിക്കാൻ മറന്നുപോയില്ലേ? ടാനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ വാട്ടർമെലോൺ. അതാണ് അവൻ പറയുന്നത് വാട്ടർമെലോൺ എന്താ വാങ്ങിക്കാനേന്ന്. നിങ്ങൾ ഇതിൻ്റെ ബ്രെഡിൻ്റെ സൈഡിലുള്ളത് കഴിക്കുമോ? എനിക്കിഷ്ടമാണോ? പക്ഷെ എനിക്കിഷ്ടമല്ല കേട്ടോ ഇത്. So many colors. Which color is this? This is yellow. And this? Black. Ah. This is so many colors. Yeah. ശരി, ബൈ ബൈ എന്ന് പറഞ്ഞ എല്ലാവരോടും. Bye. Bye. നോമ്പ് തുറന്നു, ഇനി ക്ഷീണമായിട്ടോ. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം. ഞാനും ഉറങ്ങിയിട്ടില്ല, ഞാനും ഉറക്കാനുണ്ട്. ഇന്ന് ഒരു ജുമക്കായി ഫ്രൈഡേ ഇന്ന് സെമിക്ക് ഓഫുള്ള ദിവസം കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ ജുമ പള്ളിയിൽ പോയി അവിടുന്ന് ഷോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നേരെ വഴിക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം പെട്ടെന്ന് അങ്ങോട്ട് തീർന്നു. നോമ്പ് പെട്ടെന്ന് പോയ പോലെ തോന്നി കേട്ടോ. രാവിലെ കുറച്ച് വൈകിയല്ലേ എണീക്കുന്നത്, അപ്പോൾ പെട്ടെന്ന് തീർന്നു. ഇനി ഞാനിന്ന് ഉറങ്ങിയില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. അപ്പോൾ അവനൊന്ന് ഉറക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു റാൻഡമായിട്ട് കാണിച്ചൊരു വീഡിയോ ആണ് കേട്ടോ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.